ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് കോളേജിൽ പോകേണ്ട ഡേ ആണ്. അങ്ങനെ ഓടിച്ചാടി കോളേജിലെത്തി. ചെന്നപാടെ ജനറൽ അസംബ്ലി അതും അറ്റൻഡ് ചെയ്ത് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴ. പിന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, അതും അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങൾ എല്ലാവരുടെയും മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഓടിച്ചാടി ക്ലാസ്സിലെത്തി, ഞാനും എത്തി. ഇതാണ് എൻ്റെ ക്ലാസ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ബ്രേക്കായി. അങ്ങനെ ലഞ്ച് കഴിക്കാനിരിക്കുവാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണല്ലേ. ആ നേരെ കാണുന്ന വീട് കണ്ടോ, അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ വീടാണ്. അത് അവസാനം പറയാവേ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയതുകൊണ്ട് എൻ്റെ പാത്രം നേരെ വലിച്ചു താഴെ ഇട്ടു. ആ നീല ബോർഡ് കണ്ടോ, അവിടെ പേര് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കാത്തതുകൊണ്ട് നേരെ നടന്നുപോയി. പിന്നെ വന്ന് കൈ കഴുകി വീണ്ടും ക്ലാസ്സിലോട്ട് പോവുകയാണ്. കോളേജ് തുറന്നുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ വളരെ കുറവാണ്. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ. നടുക്കത്തവനും ഒടുക്കത്തവനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് മിററിൻ്റെ മുന്നിൽ മാറി നിൽക്കുവാണ്. ഷൂസിൻ്റെ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു, അതും കുറച്ചെടുത്തു. ഇപ്പോൾ കാണുന്നില്ലേ, ഇതാണ് ഞങ്ങളുടെ കോളേജിലത്തെ ജിമ്മ്. നല്ല കുട്ടികളാകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുവാണ്. പിന്നെ രജിസ്റ്റർ ഒപ്പിട്ട് വീണ്ടും പുറത്തോട്ട് നടക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ സേബ. ഒരു ആറ്റിറ്റ്യൂഡ് ഇടാൻ പറഞ്ഞപ്പോൾ അവൾ 100 ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പുറത്തോട്ട് കടന്നു. ലെഫ്റ്റ് കാണുന്ന കണ്ടോ, ഇതാണ് രവി കരുണാകരൻ മ്യൂസിയം. നേരത്തെ ഒരു വീട് പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിൻ്റെ വീടാണത്. മുന്നോട്ട് നടക്കും തോറും എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് പോകാൻ പോയില്ല. പോയാൽ തല്ല് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു കടന്നു. അങ്ങോട്ടും പോകുന്നുണ്ട് ബസ്, ഇങ്ങോട്ടും പോകുന്നുണ്ട് ബസ്. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ബസ് കിട്ടില്ല. അവസാനം എനിക്കും ബസ് കിട്ടി. ഞാൻ നേരെ വന്ന് സ്റ്റോപ്പിലിറങ്ങി വീട്ടിലോട്ട് നടക്കുവാണ്. ലെഫ്റ്റിലത്തെ ബോർഡ് കണ്ടോ, അങ്ങോട്ട് പോകണമെന്ന് തോന്നും, പക്ഷെ പോവരുത്. പിന്നെ പാണ്ടിനോട് കുറച്ച് സംസാരിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, ബായ്.